നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ധനുഷ് എന്തിനാ അവന്തികേട്ടത്തെ ഭയപ്പെടുന്നത്? അതിലെന്തോ ഉണ്ട്. ധനുഷ് മൊബൈലിൽ കാണിച്ച ആ ചിത്രം ആരുടേതാ? എന്താണ് തന്റെ ഉദ്ദേശം? വാക്ക് തെറ്റിക്കണമെന്നാണോ? തെറ്റിക്കാൻ സമയമാവട്ടെ. അതോ ഇപ്പൊ തന്നെ തെറ്റിക്കണോ? പോടുന്നു. അച്ഛാ, എന്താ ധനുഷിന്റെ ഭാവി പരിപാടി? സ്നേഹ അതേക്കുറിച്ച് മോളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതോ സുഹൃത്തുമായിട്ട് ചേർന്ന് ഒരു കോഫി ഷോപ്പ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടെന്ന് സ്നേഹ പറഞ്ഞു. അവന് പണത്തിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മോളെ? കോഫി ഷോപ്പ് തുടങ്ങുന്നതിന് സച്ചേട്ടൻ കുറച്ച് പണം കൊടുത്ത് സഹായിക്കാന്ന് പറഞ്ഞതാ. പക്ഷേ ധനുഷ് അത് വേണ്ടാന്ന് പറഞ്ഞു. സ്വന്തം അധ്വാനം കൊണ്ട് പണം ഉണ്ടാക്കണമെന്നായിരിക്കും ധനുഷിന്റെ ആഗ്രഹം. അവൻ നമ്മൾ വിചാരിച്ചത്ര കുഴപ്പക്കാരനല്ല അല്ലേ? അല്ല. അവര് തമ്മിൽ എങ്ങനെ, നല്ല സ്നേഹത്തിലാണോ? ഇതുവരെയുള്ള എന്റെ നോട്ടത്തില് അവര് തമ്മിൽ നല്ല സ്നേഹത്തില. അച്ഛന്റെ മകൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. ഉറപ്പാണോ? അങ്ങനെ ചോദിച്ചാ ആരുടെ ജീവിതത്തിന് ഒരുറപ്പ് പറയാൻ കഴിയാ? നമ്മൾ സന്തോഷകരമെന്ന് കരുതുന്ന പല ജീവിതങ്ങളും അടുത്തറിയുമ്പോ പൊട്ടിത്തെറിയുടെ വക്കില. പലരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോവുക. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിലെ അന്തസ്സ് നഷ്ടപ്പെടാതിരിക്കാൻ, അങ്ങനെ പലതിനും വേണ്ടി. മോളെ, അതെ അച്ഛാ, പുതിയ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കല്യാണം എന്ന വാക്കിനോട് തന്നെ ഇഷ്ടമല്ല. ഇപ്പോ ലിവിങ് ടുഗദർ സിസ്റ്റം അല്ലേ? കുറച്ചുനാൾ ഒരുമിച്ച് താമസിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക. ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോ അവരവരുടെ വഴിക്ക് പിരിഞ്ഞു പോവുക, എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുക. ഇതൊക്കെയാ പുതിയ കാലം. പക്ഷേ ധനുഷിന്റെയും സ്നേഹയുടെയും കാര്യത്തില് അവരുടെ മനസ്സുകൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട്. സ്നേഹേ ധനുഷിന് ജീവന, തിരിച്ച് അവനും അങ്ങനെ തന്നെയാ. അപ്പോ എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം അല്ലേ? അതില് തെറ്റൊന്നുമില്ല. പക്ഷേ എതിർപ്പുകൾ ഉണ്ടാവും. അവരുടെ ജീവിതത്തിന് ഒരു ഉറപ്പ് കൊടുക്കേണ്ടത് ഒരച്ഛനെന്ന നിലയിൽ എന്റെ കടമയല്ലേ മോളെ? സ്നേഹയും ധനുഷും അവരുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മകളും ഭർത്താവും അതിന്റെ അന്തസ്സോടെ തന്നെ വേണം ജീവിക്കാൻ. അതിന് പറ്റിയൊരു തീരുമാനം അച്ഛൻ എടുക്കണമെന്ന് തന്നെയാ എന്റെയും അഭിപ്രായം. അച്ഛൻ സമാധാനമായിട്ട് ആലോചിക്ക്, എന്നിട്ടൊരു തീരുമാനത്തിലെത്ത്. സച്ചേട്ടാ, പാല്
പാല് തീർന്നു പോയല്ലോ. ആ, രാത്രി 1-2 തവണ ഞാനെടുത്ത് കൊടുത്തായിരുന്നു. സച്ചേട്ടൻ അവളെ ഒന്ന് എടുക്ക്, ഞാൻ പാല് ചൂടാക്കി കൊണ്ടുവരാം. ധനുഷ് എന്തിനാ അവന്തികേട്ടത്തെ ഭയപ്പെടുന്നത്? അതിലെന്തോ ഉണ്ട്. ധനുഷ് മൊബൈലിൽ കാണിച്ച ആ ചിത്രം ആരുടേതാ? ധനുഷിനെ ഭീഷണിപ്പെടുത്താൻ മാത്രം എന്ത് ബന്ധം അവർ തമ്മില്? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ധനുഷ് അവന്തികയെ വല്ലാതെ പേടിക്കുന്നുണ്ട്. ഞാനറിയാതെ ആദ്യരാത്രി ആഘോഷിക്കാനുള്ള വല്ല പദ്ധതി നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. അത് നടക്കില്ല. സ്നേഹയുടെ നല്ല ഭർത്താവാകാനുള്ള നിന്റെ ഒരാഗ്രഹവും നടക്കില്ല. അങ്ങനെ വല്ല സംഭവിച്ച യഥാർത്ഥത്തിൽ നീ ആരാണെന്നുള്ളതൊക്കെ എല്ലാവരും അറിയും. നിന്നെ ഞാൻ വലിച്ചു കീറി ഒട്ടിക്കും. മരുമകന്റെ എല്ലാ ഇമേജും ഒപ്പങ്ങ് തീരും. എവിടെയെങ്കിലും പോയി ആരുടെയെങ്കിലും ഒക്കെ കൂടെ കോഫി ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ നെല്ലിശ്ശേരിയിലേക്ക് വന്നത്. ഈ കുടുംബം തകർത്ത് തരിപ്പണമാക്കാനാ. അല്ലാതെ ഇവിടുത്തെ പെണ്ണിനെയും കല്യാണം കഴിച്ച് ഇവിടെ രാജാവായിട്ട് സുഖിച്ച് വാഴാനല്ല. പട്ടി നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ എന്നൊരു ചൊല്ലുണ്ട്. ഒരു കടൽ മുൻപിലുണ്ടെങ്കിലും നക്കി മാത്രം കുടിച്ച് ജന്മം തീർക്കണം. അത് തന്നെയാണ് നിന്റെയും വിധി. നിനക്ക് നന്നായിട്ട് ചേരും. നമ്മൾ ഒരുമിച്ച് എല്ലാം ചെയ്തത്. എന്നിട്ട് നീ ഇപ്പൊ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. എന്തിന്? ഞാൻ സ്നേഹയെ വിവാഹം കഴിച്ചതുകൊണ്ട് അല്ലേ? 1000 തെറ്റുകൾ ചെയ്യുന്നവരും ഒരവസരം കിട്ടിയാൽ നന്നാവാൻ ശ്രമിക്കാറുണ്ട്. അതിന് പോലും നിനക്ക് മനസ്സില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.